നമസ്കാരം. ഞാൻ എല്ലാ ദിവസവും 2-3 വീഡിയോ വെച്ച് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ 3-4 വീഡിയോ ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും സമയം നമ്മളിപ്പോൾ തൊഴിൽ ചെയ്താണ്, യൂട്യൂബിൽ നിന്ന് അത്ര വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട്, പല തൊഴിലുകളുള്ളത് കൊണ്ട് ഈ 1-2 വീഡിയോ ഒക്കെ ചെയ്യുന്നുള്ളൂ. ഇനി വീണ്ടും ഒരു കൂടുതൽ വീഡിയോകൾ ദിവസവും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ, മാർപ്പാപ്പ അന്തരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കാശ്മീരിൽ ഒരു 34ഓളം ഇതുവരെ 34ഓളം വ്യക്തികളെ ഇസ്ലാമിക തീവ്രവാദികൾ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആദ്യമായിട്ട് മാർപ്പാപ്പയുടെ വാർത്തയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ റോമിൽ പോകുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ പറയും യൂറോപ്പിൻ്റെ സൗന്ദര്യം. യൂറോപ്പിലേക്ക് പോകാൻ മോഹിച്ചവർ, നമ്മൾ വലിയ ഒരു മൂന്നാം ലോക രാജ്യമാണ് ഇന്ത്യ. അതുമല്ലെങ്കിൽ അതുപോലെയുള്ള ആഫ്രിക്കയോ അല്ലെങ്കിൽ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളൊക്കെ യൂറോപ്പിലും പോകാനായിട്ടും യൂറോപ്പിലും അമേരിക്കയിലും പോകാൻ മോഹിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് റോമിൽ പോകുന്ന ഏതൊരു വ്യക്തിയും, അതല്ലെങ്കിൽ അവിടെ പോയൊരു വ്യക്തിയോട് നിങ്ങൾ ചോദിക്കണം, എന്താണ് അവിടുത്തെ അവസ്ഥ. ഞാൻ റോമിൽ പോയ സാഹചര്യത്തിൽ കണ്ടത് മുൻകാലങ്ങളിൽ റോമിലുണ്ടായിരുന്ന സാഹചര്യമല്ല. ഇന്ന് വഴിയോരങ്ങളിലൊക്കെ ബംഗ്ലാദേശികൾ, അതല്ലെങ്കിൽ പാകിസ്ഥാനികൾ, അങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വന്നിട്ട് അവിടുത്തെ സംവിധാനത്തെ മൊത്തം നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തിട്ട് തെരുവോരങ്ങളിൽ അവരുടെ അധപതനത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സംഘം യുവാക്കൾ. കാരണം ഇറ്റലിയിലോ സ്പെയിനിലോ യൂറോപ്പിലോ ജർമ്മനിയോ ഫ്രാൻസോ മറ്റു രാജ്യങ്ങളിലെ സായിപ്പ് തലമുറകളെ സൃഷ്ടിക്കാത്തതാണോ തെറ്റ്? അതുമല്ലെങ്കിൽ തലമുറകൾ മുമ്പും ഇന്ത്യയിലും ഈ ചൈനയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ആഫ്രിക്കയിലുണ്ടായിരുന്നു. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവർക്ക് പരിചയമില്ലാത്തതാണോ? ഈ മാർപ്പാപ്പ മരണപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കുറച്ച് അദ്ദേഹം റോം അല്ലെങ്കിൽ ഇറ്റലി എന്ന രാജ്യത്തെയും യൂറോപ്പിനെ തന്നെയും 140 കോടി ജനങ്ങളോളമുള്ള ലോകത്തിലെ തന്നെ വലിയ പ്രബലമായ കത്തോലിക്ക സഭയെ വെള്ളത്തിൽ താഴ്ത്തിയ ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹം വിനീതമായി സംസാരിക്കുന്നു, അദ്ദേഹം സൗമ്യമായി സംസാരിക്കുന്നു, സ്നേഹമായി സംസാരിക്കുന്നു. അതാണോ ഒരു കത്തോലിക്ക സഭയെ മുന്നോട്ട് നയിക്കാനുള്ള മാനദണ്ഡം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം എപ്പോഴും പറയുമ്പോൾ, ഞാൻ ഒരിക്കലും മരണപ്പെട്ടതുകൊണ്ട് ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തികൾ അതിൻ്റെ പരമത്തിലാണെന്ന് ഇന്ന് നമ്മൾ മലയാള മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളോ ചെയ്ത, അയ്യോ ഫ്രാൻസിസ് മാർപ്പാപ്പ മുത്താണ്, പൊന്നാണ്. ഒരു മുത്തും പൊന്നൊന്നല്ല ഇദ്ദേഹം. 88 വയസ്സ് മനുഷ്യൻ, സാധാരണക്കാരിൽ ഇദ്ദേഹത്തിന് നമ്മൾ ഇതിൻ്റെ കണക്കുകൾ എടുക്കേണ്ടത് 12 ശിഷ്യന്മാരിൽ നിന്ന് എടുക്കണം. 12 ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷത്തെയും തലകീഴാക്കി പത്രോസിൻ്റെ സിംഹാസനാണെന്നാണ് പറയുന്നത്. പത്രോസിനെ തലകീഴാക്കിയിട്ടാണ് റോമിൽ കുരിശിൽ തറച്ചത്. അതല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സ്ലീഹന്മാരെയും കുരിശിൽ തറച്ചും വെട്ടിയും കൊന്നും എണ്ണയിലിട്ട് ചുട്ടും വറുത്തൊക്കെയാണ് ചരിത്രം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞത് ചതിയിലും വഞ്ചനയല്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക എന്നുള്ളതാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ടും എണ്ണയിൽ വറക്കപ്പെട്ടും ഒക്കെയാണ് ശിഷ്യന്മാരിച്ച് മരിച്ചത്. ഇദ്ദേഹം സ്വാഗതം ചെയ്യുന്നത് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനികളിലെയും തീവ്രവാദത്തിന് നടക്കുന്ന അയ്യോ പാവം പറഞ്ഞിട്ടാണ്. ഒരു സാഹചര്യം ഞാൻ ഓർമ്മയിലെടുക്കുന്നത്, ചാർലി ഹെബ്ദോ എന്ന് പറഞ്ഞ ഫ്രാൻസിലെ പാരീസിലുള്ള ഒരു പത്രസ്ഥാപനത്തിൽ കയറിയിട്ട് കുറച്ച് മുസ്ലിം തീവ്രവാദികൾ, ഇപ്പം ചില സാഹചര്യങ്ങളിൽ മുസ്ലിം തീവ്രവാദി എന്ന് പറയല്ലേ, മുസ്ലിം തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികൾ പോയിട്ട് 2 തീവ്രവാദികൾ പോയിട്ട് ഈ ചാർലി ഹെബ്ദോ എന്ന പത്രത്തിൽ വെടിവെച്ച് കൊന്നപ്പോൾ ഇദ്ദേഹം പറയാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്.
മരിച്ചു പോയത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ ഇതാവുന്നില്ല. ഞാനൊരു മരിച്ചു പോയി പുണ്യവാളനാക്കിയ ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. മരിച്ചു പോയിട്ട് പുണ്യവാളനാക്കിയ ഒരു ജോർജ് ഫ്ലോയിഡ് ഒരു 3-4 വർഷം മുമ്പാണ്, ഒരു കറുത്ത വർഗ്ഗക്കാരൻ, ഒരു 20ന്റെ അദ്ദേഹം മരിച്ചു പോയ പുണ്യവാളനാക്കുന്ന കഥയാണ് പറയുന്നത്. അദ്ദേഹം ഒരു 20ന്റെ കള്ളനോട്ട്, അതായത് കളറൊക്കെ അടിച്ചിട്ട് $20 കള്ളനോട്ടും കൊണ്ടുപോയിട്ട് ഒരു കടയിൽ കൊടുത്തു. ആ കടക്കാരൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ ഇവന്റെ ഉള്ളിൽ ഫെന്റനോളാണ്. ഫെന്റനോൾ എന്ന് പറഞ്ഞാൽ അതിമാരകമായ മയക്കുമരുന്ന് ആണ് ഇവന്റെ ഉള്ളിൽ കിടക്കണേ. ഇവനെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് ആ പോലീസുകാരൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ന്യായീകരിക്കല്ല. ഡെറക് ഷോവിൻ എന്ന് പറഞ്ഞ വെളുത്തുപറകക്കാരനായി പോലീസുകാരൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഇവൻ കറുത്തപറകക്കാരനും ഒപ്പം ഡ്രഗ്സ്, ഇവനെ വിലങ്ങ് വെക്കാൻ പറ്റാത്ത സ്ഥിതി, ഗതി കെട്ടു. ഞാനൊരു പോലീസുകാരനായിരുന്നു. അവനെ പിടിച്ച് കൊണ്ടുപോയി എന്ന സാഹചര്യത്തിൽ ഇവൻ മുട്ടുകാല് വെച്ച് ഒരു 8.5 മണിക്കൂർ, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയരുത്, 8.5 മണിക്കൂർ ഈ ഡെറക് ഷോവിൻ എന്ന പോലീസുകാരൻ കഴുത്തില് മുട്ടുകാല് വെച്ചതുകൊണ്ട് ഇവൻ ചത്തുപോയി. ഇവൻ കള്ളനോട്ട് ഉണ്ടാക്കി ഡ്രഗ് അടിച്ചു പോണ ഒരുത്തനായിരുന്നു. പിന്നെ അവൻ അമേരിക്കയില് പുണ്യവാളനാ, അവന് വേണ്ടി അമേരിക്ക കത്തിച്ചു. അപ്പൊ മരണം കൊണ്ട് ധന്യനായി എന്ന് ഈ ജോർജ് ഫ്ലോയിഡിനെ പറയാൻ പറ്റും. അപ്പൊ ഞാൻ ജോർജ് ഫ്ലോയിഡായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇത് താരതമ്യപ്പെടുത്തല്ല. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുസ്ലിം രാജ്യങ്ങളിലെ തീവ്രവാദമായി നടക്കുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാവം കടന്നു വരൂ, വേറൊരു അവസരം. ഈ ഒബാമേനെ കണ്ടപ്പോ ഈ ഒബാമയ്ക്കൊരു ഇതുണ്ട്. ഒബാമ എന്ന് പറഞ്ഞാൽ ആ ഒരു കൂതറയാണ് അമേരിക്കനെ കുളച്ചോറാക്കിയിട്ട് ഇന്ന് ഇതിലാക്കിയ. അപ്പൊ ട്രംപ് വന്നപ്പോ ഒബാമ കറുത്തവർഗക്കാരന് കൊടുത്തത് കൊണ്ട് ട്രംപ് വെളുത്തുവർഗക്കാരന് കൊടുക്കണം. രണ്ടിലും ഒരു ബാലൻസ് വേണം. ഈ ഒബാമ എന്ന് പറഞ്ഞവൻ വന്നിട്ട് പറഞ്ഞു ഒക്കെ പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞു നടന്നു. നഷ്ടമായിരിക്കും അമേരിക്കയ്ക്കും യൂറോപ്പിനാണ് നഷ്ടം, പരിസ്ഥിതി എന്ന് പറഞ്ഞ് നടക്കുമ്പോഴുള്ള നഷ്ടം. അപ്പൊ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നിട്ട് അയ്യോ പരിസ്ഥിതി എന്ന് പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് പരിസ്ഥിതി പ്രേമം മൂത്ത് പിന്നെ ഇസ്ലാമിക പ്രേമമായി അയ്യോ നമ്മുടെ സഹോദരങ്ങൾ എന്ന ഇദ്ദേഹം ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാമികർ പോലും ഐസിസ് ഇങ്ങോട്ടൊരു കാലഘട്ടത്തിലൊക്കെ കഴിച്ചതേ ഇതിങ്ങനെ അർത്ഥിരുന്നത്, കൂട്ടി നിർത്തിയിട്ട് ഓറഞ്ച് സൂട്ട് ഇട്ട് ഇതിങ്ങനെ അർത്ഥിരുന്നത്. വായ തുറന്നോ ഫ്രാൻസിസ് മാർപ്പാപ്പ? വായ തുറക്കില്ല. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഒരു തേലക്കാടനും മാലക്കാടനും പാമ്പളാനി എന്നൊക്കെ പറഞ്ഞ കുറെ കൂതറകള്, ബിഷപ്പും കിഷപ്പ. കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ വ്യക്തി ആരാധനയില്ല, മനുഷ്യ ദൈവങ്ങളില്ല. ഈ പാമ്പളാനി ആയാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ആയാലും തുല്യതയിലാണ് ഈ ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം മരിച്ചതുകൊണ്ട് പുണ്യാളനായി എന്ന് പറയുന്ന അവരോട് ഞാൻ പറയാണ്, കത്തോലിക്ക സഭയ്ക്കിട്ട് താങ്ങിയിട്ടുള്ള പോക്കാണ് പോയത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു മീഡിയ വൺ ചാനല് എത്ര വല്ലവൻ എത്ര വലിയവൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത് കത്തോലിക്ക സഭയ്ക്കിട്ട് പണിതിട്ടാണ് പോയത് എന്ന് സത്യം പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുഭവങ്ങൾ. ചാർലി ഹെബ്ദോ ഫ്രാൻസില് മര്യാദയ്ക്ക് നടന്നിരുന്ന ഒരു ചാനലിൽ 2 ആൾക്കാർ വന്ന് വെടിവെച്ചു വന്ന് അവരെ ന്യായീകരിക്കുക. എന്നാൽ ഇദ്ദേഹം ഈ ക്രൈസ്തവരെ കൊന്നതൊന്നും കാണില്ല. ഒബാമയുടെ കൂടെ കൂടിയിട്ട് കത്തോലിക്ക സഭയ്ക്കിട്ട് പണിതവനാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രായമായവരെ ബഹുമാനിക്കൽ ഇന്ത്യൻ കൾച്ചറാണ്. പ്രായമായതുകൊണ്ട് തെണ്ടിത്തരം ചെയ്തു, കഞ്ഞിത്തരം ചേട്ടത്തരം ചെയ്തതുകൊണ്ട് നന്നാവുന്നില്ല. അതല്ലെങ്കിൽ ഈ പണിയാവുന്ന കത്തോലിക്ക സഭയ്ക്കിട്ട് നല്ല പണി കൊടുത്തിട്ടുണ്ട്, എന്നാ ന്യായം ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ അതിസമ്പന്നമാണ് കത്തോലിക്ക സഭ, ഇന്ത്യയിലായാലും ലോകം മുഴുവനായാലും. ആ സമ്പത്തൊന്നും കളയാതെ ഒരു ചെറിയ ഇസ്ലാമിക സ്നേഹം, പ്രകൃതി സ്നേഹം, പിന്നെ LGBTQ ഓൾ ഓഫ് എ സഡൻ ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ദൈവം മനുഷ്യനെ ആണായും പെണ്ണായും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ഒബാമ വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല, ആണും പെണ്ണല്ല, അതിൽ 5-10 കൂട്ടുണ്ട്, LGBTQ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ്. പുതിയ തലമുറയാണ്, പുതിയ തലമുറ പിള്ളേര് പറയണത് കേൾക്കാന്ന്. എന്നാൽ ഞാനും പറയാം LGBTQ അവരും നമ്മളാണ്. അത് അച്ചടക്കമില്ലാണ്ട് ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും കേൾക്കണം, അച്ചടക്കമില്ലാതെ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പിള്ളേര് പറയും എനിക്കിപ്പോൾ ഞാൻ പെണ്ണിന് തോന്നും ഞാൻ പെണ്ണാണെന്ന് തോന്നുകയാണ്, എനിക്ക് പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്.
ആണിന് തോന്നുന്നു ഞാൻ ആണിനെ തന്നെ കല്യാണം കഴിക്കണത്. ഇതൊക്കെ സാധിച്ചു കൊടുത്തിട്ട് ഇയാളെ അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഇയാള് മാർപ്പാപ്പയാണ്. ഇദ്ദേഹം അതിസമ്പന്നമായി അല്ലിറ്റാലിയ ഫ്ലൈറ്റിൽ പറന്ന് നടക്കുന്നു. വ്യക്തമായ സംരക്ഷണം. പൗലോസ്ലീഹ അങ്ങനെയാണോ നടന്നേ? പത്രോസ്ലീഹ അങ്ങനെയാണോ നടന്നേ? ഇവരൊക്കെ വെട്ടിക്കൂട്ടി യേശുവിന്റെ കുരിശും ചുമന്ന് പിന്നാലെ നടന്നവരാണോ ഇദ്ദേഹം ഒന്നും കുരിശും ചുമന്ന് പിന്നാലെ നടന്നിട്ടില്ല. ഇസ്ലാമിക തീവ്രവാദം കണ്ട അയ്യോ പാവങ്ങൾ എന്ന് പറയുന്നു. കത്തോലിക്കരും ക്രിസ്ത്യാനികളെയും കൊല്ലുമ്പോൾ അത് കുഴപ്പമില്ല എന്നും പറയുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ ന്യായീകരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. സോറി, നമ്മൾ സത്യം കാണുന്നത് വിളിച്ചു പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഫ്രാൻസിസ് പാപ്പ മരിച്ചു. സാധാരണക്കാരെ ഈ ലോകത്തിലെ 800 കോടി ജനങ്ങളെ പോലെ ഒരാൾ മരിച്ചു എന്നല്ലാതെ മരണമടഞ്ഞു. മരിച്ചവരെ പറ്റി ഒന്നും പറയാം. ഞാൻ ജോർജ് ഫ്ലോയിഡിന്റെ കഥ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ എന്ന് മാത്രം ഞാൻ പറയുന്നു. ഇദ്ദേഹത്തിനെ വലിയ ഒരു രൂപത്തിലെത്തിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യനാണ്. അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ലാളിത്യം സൗമ്യതയൊക്കെ മുഖത്തുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് സ്വന്തം ഇതിനായിട്ട് താങ്ങിയ ഒരു വ്യക്തി എത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ.